Hello my dears, welcome to ACS online class. Page number 42 page number 43. State the addition of 5 and 3 using the number string. That is box 1, 2, 3, 4, 5, 6, 7, 8, 9. This is a box. This box is addition to a string. One connection. 5 in the 3 add this box is 5 1, 2, 3, 4, 5. This is 5. If 5 will numbers add 5 will start 1, 2, 3. 5 will numbers add 3 will start 5 will 2, 3, 8, 3 and the number 5 in the moon number and that answer 8. Using the given number strip, find the sums below. This is a box strip, connection. We have 3 additions. 3 plus 2. 3 plus 2 is 3 will start 1, 2, 3. This 3 is the numbers. 3 is 1, 2. 3 is 1 number. Number number 5. 3 plus 2 is 5. 1 power 5 strip 4 plus 3. 4 plus 3. 1, 2, 3, 4. 4 is the moon number. 4 is 5. 6, 7. 4 plus 3 is 7. 1 plus 6. 1 plus 6 is 1 number. 1, 2, 3, 4, 5, 6. 1 will start 2 apple, 1 charter, 2 charter, 3 charter, 4, 5, 6. 6 charter, we have number. 1 plus 6 in the answer is 7. 8 plus 1. 8 is 1 charter. 8 in the number chart. 9 lot. 8 plus 1 is 9. 2 plus 2 is 2 will 2 chart. 2 will 2 chart. 4. 1 plus 3. 1 is 3 chart. 1 is start 1, 2, 3. 1 is 3 numbers chart 4. 1 plus 3 is 4. 6 plus 2. 6 is 2 chartam. 6 is the number 2 chartam. 8. 6 plus 2 is 8. 4 plus 0. 4 is 1 chartam. 4 is 0 chartam. That is 4. Number 0 add 4 is answer. 4 chart. 7 plus 1. 7 is chartam. And that is 8 lot, 8 times 5 plus 3, 5 is 3 chartam. 8 4 plus 5, 4 is 5 chartam. 4 is 5 chartam. 1, 2, 3, 4, 5. 9. 4 is 5 chartam. 9. Answer 4 plus 5, 9. 0 plus 3. And then our chart is 0 chart 0 for 3 answer. Number 0 add number answer. Draw circles and make 9. In the circle, I put the circle 9. First question is 6 circles. And 3 circles 9. Second question 3 circles. 1, 2, 3. 3 circles.
ഇനി എത്ര സർക്കിൾസ് കൂടെ വരച്ചാലാണ് നമുക്ക് 9 ആവുന്നത്? നമുക്ക് വരച്ചു കൊടുക്കാം. 1 2 3 3 ഉണ്ടല്ലോ. ഇനി 4 5 6 7 8 9. ഇപ്പൊ ടോട്ടൽ 9 ആയി. അപ്പൊ 3യിൽ നിന്ന് എത്ര എണ്ണം വരച്ചു കൊടുക്കേണ്ട വന്നു? 1 2 3 4 5 6 അല്ലെ? 6 എണ്ണം വരച്ചു കൊടുക്കേണ്ട വന്നു അല്ലെ? അപ്പൊ സൈഡിൽ ആ ബോക്സിൽ എന്തൊക്കെ എഴുതും? 3 + 6 എന്ന് എഴുതും അല്ലെ? ഈസ് ഈക്വൽ ടു 9. ഈസ് ഈക്വൽ ടു 9 എന്നുള്ള കിടപ്പുണ്ട്. അപ്പൊ 3 + 6 എന്ന് എഴുതുക. താഴത്തെ ക്വസ്റ്റ്യൻ നോക്കി എത്ര സർക്കിൾസ് തന്നിട്ടുണ്ട്? 1 2 3 4 5 5 സർക്കിൾസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? തന്നിട്ടുണ്ട്. ഇനി എത്ര സർക്കിൾസ് വരച്ചു കൊടുത്താലാണ് 9 ആവുന്നത്? 6 7 8 9. 4 എണ്ണം വരച്ചു കൊടുത്തപ്പോൾ 9 ആണ് അല്ലെ? അപ്പൊ അവിടെ എഴുതുക 5 + 4 = 9 അല്ലെ? = 9 നമ്മുടെ ഉണ്ട്. 5 + 4 നമ്മൾ എഴുതി കൊടുക്കാം. താഴത്തെ ക്വസ്റ്റ്യനിൽ എത്ര സർക്കിൾസ് തന്നിട്ടുണ്ട്? 7 1 2 3 4 5 6 7 7 എണ്ണം തന്നിട്ടുണ്ട്. 9 ആക്കാനായിട്ട് 8 9 രണ്ടെണ്ണം വരച്ചു കൊടുത്തു. അപ്പോഴോ 7 + 2 എന്ന് എഴുതുക. 7 + 2. ഈ സർക്കിൾസ് അവിടെ വരച്ചു കൊടുക്കണം കേട്ടോ. പെൻസിൽ ഉപയോഗിച്ച് അവിടെ വരച്ചു കൊടുക്കണം. 7 എണ്ണേ ഉള്ളൂ, 2 എണ്ണം കൂടെ വരച്ചു കൊടുക്കണം. ഇനി താഴത്ത് 4 എണ്ണേ ഉള്ളൂ, ബാക്കിയുള്ളത് എത്രയാണെന്ന് കണ്ടുപിടിച്ച് 5 സർക്കിൾസ് വരച്ചു കൊടുക്കണം. എന്നുവെച്ചാൽ അവിടെ എന്ത് എഴുതും? 4 + 5 = 9 എന്ന് എഴുതും. അങ്ങനെ ആ പേജിൽ മുഴുവൻ ചെയ്യത്തില്ല എല്ലാവരും? തൊട്ട് താഴെ 8 സർക്കിൾസ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ എത്ര എണ്ണം വരച്ചു കൊടുക്കണം? ഒരെണ്ണം അല്ലെ? അത് കഴിഞ്ഞിട്ടോ 1 2 3 4 5 6 7 8 9 9 എണ്ണം ഉണ്ട്. അതിനെ കൂട്ടത്തിൽ വല്ലതും വരച്ചു കൊടുക്കണോ? വേണ്ട. 9 എണ്ണം അവിടെ ഓൾറെഡി ഉണ്ട്. നമ്മളായിട്ടൊന്നും വരച്ചു കൊടുക്കണ്ട. അത് കഴിഞ്ഞുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവിടെ ബോക്സിൽ എന്ത് എഴുതും? 9 + 0. അപ്പൊ ഒന്നും വരച്ചു കൊടുക്കണ്ട. അവിടെ എഴുതുക 9 + 0 = 0. ഇനി സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 2 എണ്ണം ഉണ്ട് അല്ലെ? ഇനി അതിന്റെ കൂട്ടത്തിൽ 7 എണ്ണം കൂടെ വരച്ചു കൊടുക്കണം. അപ്പൊ അവിടെ സൈഡിൽ എന്ത് എഴുതും? 2 + 7 = 9 എന്ന് എഴുതുക. ഇനി ഒരെണ്ണമേ ഉള്ളൂ, ഒരൊറ്റ സർക്കിളേ ഉള്ളൂ. ഇനി ബാക്കി 8 എണ്ണം സർക്കിൾസ് വരച്ചു കൊടുക്കുകയും വേണം. അവിടെ 1 + 8 എന്ന് എഴുതുകയും വേണം. ഓക്കെ, ചെയ്യൂല്ലോ എല്ലാവരും? എളുപ്പമല്ലേ? അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? നമ്മൾ പഠിച്ചതാണ്. ഇനിയോ സബ്ട്രാക്ഷൻ നമുക്കറിയാം. ടേക്ക് അവേ, എടുത്തു മാറ്റുക. സബ്ട്രാക്ട് ചെയ്യുക, കൊണ്ടുപോവുക, എടുത്തു മാറ്റുക എന്ന് പറയുമ്പോൾ ആദ്യം 5 മാംഗോസ് ഉണ്ട് അല്ലെ? 5 ടേക്ക് അവേ 2. 5 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 2 എണ്ണം എടുത്തു മാറ്റി. ഇനി എത്ര എണ്ണം മിച്ചമുണ്ട്? 3 അല്ലെ? ഇനിയോ 6 ലീവ്സ് ഉണ്ട്. 6 ഇലകളുണ്ട്. ആ ഇലകളിൽ നിന്ന് 3 എണ്ണം എടുത്ത് മാറ്റി. ഇപ്പൊ 3 പെൻസിൽ എടുത്തിട്ട് എല്ലാവരും എന്ത് ചെയ്യണം? 3 ഇലകൾക്ക് ഇങ്ങനെ ലൈൻ വരച്ചു കൊടുക്കുക. മുകളിലത്തെ മാങ്ങ വെട്ടിയിട്ടേക്കുന്ന കണ്ടില്ല, അതുപോലെ ഒരു വെട്ട് കൊടുക്കുക. എന്നിട്ടോ 6 ഈ 6 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം എടുത്ത് മാറ്റിയപ്പോൾ ഇനി എത്ര എണ്ണം മിച്ചമുണ്ട്? 1 2 3. അപ്പൊ ബോക്സിൽ 3 എന്ന് എഴുതുക. ഇനിയോ 4 ആപ്പിൾസ് ഉണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു മാറ്റി. ഇനി എത്ര എണ്ണം മിച്ചമുണ്ട്? 1 2 3 എന്ന് എഴുതുക. ഇനി കുറച്ച് ബട്ടൺസ് ഉണ്ട്. 7 ബട്ടൺസ് ഉണ്ട്. അതിൽ 4 എണ്ണം എടുത്തു മാറ്റി. ലൈൻ വെച്ച് കട്ട് ചെയ്ത് വരച്ചു. ഇനി എത്ര എണ്ണം മിച്ചമുണ്ട്? 3. അപ്പൊ 3 എന്ന് അവിടെ എഴുതുക. ഇനി കുറച്ച് ബേർഡ്സ് ആണ്. 5 ബേർഡ്സ് ഉണ്ട്. അതിൽ 3 എണ്ണത്തിന് എടുത്ത് മാറ്റി. ഇനി എത്ര എണ്ണം മിച്ചമുണ്ട്? 2. അതുപോലെ 8 ഉണ്ട്. 8 ഫിഷസ് ഉണ്ട്. 2 എണ്ണം എടുത്ത് മാറ്റി. എത്ര എണ്ണം മിച്ചമുണ്ട്? 6. 7 സ്റ്റാർസ് ഉണ്ട്. 2 എണ്ണം എടുത്ത് മാറ്റി. 5 മിച്ചമുണ്ട്. 9 ബട്ടർഫ്ലൈസ് ഉണ്ട്. 4 എണ്ണം എടുത്ത് മാറ്റി. 5 റിമൈനിങ് 5 ആ ബോക്സിൽ എഴുതുക. 8 ബോൾസ് ഉണ്ട്. അതിൽ 5 എണ്ണം എടുത്ത് മാറ്റി. ബാക്കി എത്ര എണ്ണം ഉണ്ടെന്ന് തന്നെ എഴുതുക. 10 പെൻസിൽസ് ഉണ്ട്. അതിൽ 3 എണ്ണം എടുത്ത് മാറ്റി. കട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കി കൗണ്ട് ചെയ്യുക. ആ മിച്ചമുള്ളത് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ബോക്സിൽ എഴുതുക. ഇനി 5 ബനാനാസ് ഉണ്ട്. അതിൽ 0 എടുത്ത് മാറ്റി. ഒന്നും എടുത്ത് മാറ്റിയില്ല. അതിനർത്ഥം എന്താ? ഒന്നും എടുത്ത് മാറ്റിയില്ല. അപ്പൊ എത്ര എണ്ണം മിച്ചമുണ്ട്? 5. ഇനി 9 ടോഫീസ് ഉണ്ട്, അല്ലെങ്കിൽ മിഠായി ഉണ്ട്. ആ മിഠായിൽ 8 എണ്ണം എടുത്ത് മാറ്റി. ഇനി എത്ര എണ്ണം മിച്ചമുണ്ട്? 1. ഓക്കെ, സ്ട്രൈക്ക് ഓഫ് ആൻഡ് സബ്ട്രാക്ട്. പേജ് നമ്പർ 46. ഇതേ കാര്യം തന്നെ ഇവിടെ പറയുന്നത്. സ്ട്രൈക്ക് ഓഫ്, കട്ട് ചെയ്യുക, എന്നിട്ട് കുറയ്ക്കുക. 6 - 2 6 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ 2 എണ്ണം എടുത്ത് മാറ്റി. മിച്ചം എത്ര എണ്ണം ഉണ്ട്? 4. അടുത്ത ക്വസ്റ്റ്യൻ 7 - 3 7 എണ്ണം ഉണ്ട്. അതിൽ 3 എണ്ണം സ്ട്രൈക്ക് ചെയ്യുക, കട്ട് ചെയ്ത് മാറ്റുക. മിച്ചം എത്ര എണ്ണം ഉണ്ട്? 1 2 3 4. അപ്പൊ ആൻസർ എന്താണ്? 4 എന്ന് അവിടെ എഴുതുക. ഇനി 5 എണ്ണം ഉണ്ട്. അതിൽ 1 എണ്ണം എടുത്ത് മാറ്റി. മിച്ചം എന്തുണ്ട്? 4. 5 - 1 4. 4 - 2 4 എണ്ണം ഉണ്ട്. 2 എണ്ണം എടുത്ത് മാറ്റി. മിച്ചം എന്തുണ്ട്? 2. 8 - 6 8 എണ്ണം ഉണ്ട്. 6 എണ്ണം എടുത്ത് മാറ്റി. മിച്ചം 2 എണ്ണം. 5 - 0 5 ഉണ്ട്. 0 എടുത്ത് മാറ്റി. ഒന്നും എടുത്ത് മാറ്റിയില്ല. അപ്പോൾ എത്ര എണ്ണം മിച്ചം വരും? 5.
7 minus 6 എന്താണ് 7 എണ്ണം ഉണ്ടായിരുന്നു 6 എണ്ണം എടുത്ത് മാറ്റി മിച്ചം എത്ര എണ്ണം ഉണ്ട് 1 10 minus 3 എത്ര എണ്ണം ഉണ്ട് 10 എണ്ണം ഉണ്ട് 3 എണ്ണം എടുത്ത് മാറ്റി മിച്ചം എന്തുണ്ട് 7 8 minus 4 8 എണ്ണം ഉണ്ട് 4 എണ്ണം എടുത്ത് മാറ്റി കട്ട് ചെയ്ത് മാറ്റി മിച്ചം എത്ര എണ്ണം ഉണ്ട് 4 2 minus 1 കണ്ടുപിടിക്കുക 6 minus 3 കണ്ടുപിടിക്കുക ഇനി look at the subtraction of 5 minus 2 using number strip ഇതേ സ്ട്രിപ്പ് ഉപയോഗിച്ച് നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യാൻ പോവാണ് 5 minus 2 ആദ്യം 5ൽ നിന്ന് മൈനസ് ചെയ്ത് പുറകോട്ട് സഞ്ചരിക്കുക അപ്പൊ 5 വലിയ നമ്പർ ആയിരിക്കാം 5ൽ നിന്ന് പുറകോട്ട് സഞ്ചരിക്കാം രണ്ടെണ്ണം സഞ്ചരിക്കുക ഫസ്റ്റ് 4ലോട്ട് ചാടി പിന്നെ 3ലോട്ട് ചാടി അപ്പൊ എന്തായിരിക്കും ഉത്തരം ഫസ്റ്റ് ചാട്ടം സെക്കൻഡ് ചാട്ടം അപ്പൊ എന്താണ് ആൻസർ എന്താണ് 5 minus 2 എന്താണ് 3 ആണ് അല്ലെ ഇനി അതുപോലെ താഴത്ത് ചെയ്യുക subtract the following using the given number strip ഇതേ സ്ട്രിപ്പ് ഉപയോഗിച്ച് നമ്മൾ ആ താഴത്ത് സബ്ട്രാക്ഷൻ ചെയ്യാൻ പോവാം 6 minus 2 എന്താണ് 6 minus 2 6 എന്ന നമ്പറിൽ നിന്ന് നമ്മൾ പുറകോട്ട് രണ്ടെണ്ണം പുറകോട്ട് ചാടും സബ്ട്രാക്ട് ചെയ്യാം ഒരു ചാട്ടമായി 5ലെത്തി രണ്ടാമത്തെ ചാട്ടത്തിന് 4ലെത്തി അപ്പൊ 6 minus 2 എന്താണ് 4 ആണ് അല്ലെ 8 minus 3 8ൽ നിന്ന് 3 എണ്ണം പുറകോട്ട് ചാടണം 8ൽ നിന്ന് 3 എണ്ണം ആദ്യത്തെ ചാട്ടം 7ല് പിന്നത്തെ ചാട്ടം 6ല് പിന്നത്തെ ചാട്ടം മൂന്നാമത്തെ ചാട്ടം 5ല് അപ്പൊ 8 minus 3 എന്താണ് 5 ആണ് അല്ലെ അങ്ങനെ നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് ഈ നിങ്ങൾ ഇങ്ങനെ ഈ കൈ വെച്ച് ഇങ്ങനെ പുറകോട്ട് ചാടി ചാടി വെച്ച് പെൻസിൽ വെച്ച് നോക്കുക നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും 7 minus 5 എന്താണ് 7ൽ നിന്ന് തുടങ്ങി 5 ചാട്ടം പുറകോട്ട് ചാടണം അല്ലെ 1 2 3 4 5 അഞ്ചാമത്തെ ചാട്ടം 2ൽ വന്ന് നിൽക്കുകയാണ് അല്ലെ 7 minus 5 എന്താണ് 2 9 minus 4 9ൽ നിന്ന് പുറകോട്ട് നാലാമത്തെ നമ്പർ ചാടുക 1 2 3 4 എന്ത് കിട്ടിയ ആൻസർ 5 10 minus 6 10 എന്ന നമ്പർ എഴുതുക 10 എന്ന നമ്പർ എഴുതി ഇട സൈഡിൽ അവർ എഴുതിയിടുക എന്നിട്ട് 6 പുറകോട്ട് ചാടുക 1 2 3 4 5 6 അപ്പൊ എന്ത് ആൻസർ കിട്ടും 10 minus 6 എന്ത് കിട്ടും 4 എന്ന് കിട്ടും അല്ലെ അങ്ങനെ 8 minus 2 9 minus 5 താഴത്തോടെല്ലാം ചെയ്യുമല്ലോ 8 minus 0 എന്ന് പറഞ്ഞാൽ എന്താണ് 8ൽ നിന്ന് 0 തവണ പുറകോട്ട് ചാടേണ്ട ആവശ്യമുണ്ടോ ഇല്ല 8 തന്നെ നിൽക്കുക അപ്പൊ 8 minus 0 എന്താണ് 8 തന്നെയാണ് അല്ലെ 4 minus 0 എന്താണ് 4ൽ നിന്ന് 0 പ്രാവശ്യം പുറകോട്ട് ചാടുക 0 പ്രാവശ്യം എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം പോലും ചാടണ്ട എന്നാണ് അർത്ഥം അപ്പൊ എന്താണ് 4 minus 0 4 തന്നെയാണ് ഇനി 4 plus dash is equal to 6 4ന്റെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്ത് 4 plus dash is equal to 6 4ന്റെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്തപ്പോൾ ഒരു വലിയ നമ്പർ കിട്ടി അല്ലേ ഒരു വലിയ നമ്പർ കിട്ടി അപ്പൊ ഈ 4ന്റെ കൂടെ ആഡ് ചെയ്ത നമ്പർ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം ഈ വലിയ നമ്പറിനെ 4 കൊണ്ട് മൈനസ് ചെയ്ത് നോക്കാം 6 minus 4 that is equal to 2 അപ്പൊ ആൻസർ എന്താണ് 4 plus 2 ആണ് 6 അല്ലേ അപ്പൊ 4 plus 2 ചെയ്യുമ്പോൾ വലിയ നമ്പറായ 6 കിട്ടി അപ്പൊ ആ ആഡ് ചെയ്ത നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ഈ വലിയ നമ്പറിൽ നിന്ന് ക്വസ്റ്റ്യനിലുള്ള നമ്പർ മൈനസ് ചെയ്തു 6 minus 4 that is equal to 2 ചെയ്തല്ലേ അല്ലെങ്കിൽ തന്നെ പറഞ്ഞു നോക്കുക 4 കഴിഞ്ഞാൽ 6 വരാൻ എത്ര നമ്പേഴ്സ് വേണം കൈവച്ച് എണ്ണുക 4 കഴിഞ്ഞാൽ 5 6 അപ്പൊ എത്ര വിരലുകളായി 2 അല്ലേ അപ്പൊ 2 ആണ് ആൻസർ ഇനി 7 plus dash is equal to 8 നമുക്കറിയാം ഉത്തരം കിട്ടുന്നത് വലിയ നമ്പർ ആയിരിക്കും ആ ഉത്തരം വലിയ നമ്പർ ആയിരിക്കും കിട്ടുന്നത് അപ്പൊ ഈ ഡാഷിന്റെ അവിടെയുള്ള നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ഈ ഉത്തരം കിട്ടിയിരിക്കുന്ന 8 minus 7 ഓക്കെ അപ്പൊ 8 minus 7 എന്താണ് 1 7 plus 1 ആണ് 8 അല്ലെങ്കിൽ തന്നെ പറഞ്ഞു നോക്കുക 7 കഴിഞ്ഞാൽ 8 ഒരു വിരലിന്റെ ആവശ്യമേ വന്നുള്ളൂ അപ്പൊ 7 plus 1 ആണ് 8 ഇനിയോ 3 plus dash is equal to 9 3 plus dash is equal to 9 ഈ ഡാഷ് കണ്ടുപിടിക്കാൻ വലിയ നമ്പറായ 9ൽ നിന്ന് 3 മൈനസ് ചെയ്തു എന്ത് കിട്ടി 6 കിട്ടി അല്ലേ ഓക്കെ നമുക്ക് 6 എന്ന് കിട്ടി നമ്മൾ കൈ വെച്ച് എങ്ങനെ കണ്ടുപിടിക്കും 3 കഴിഞ്ഞാൽ എത്രാമത്തെ നമ്പറാണ് 9 4 5 6 7 8 9 എത്ര വിരലുകൾ ഉപയോഗിക്കേണ്ട വന്നു 6 വിരലുകൾ ഉപയോഗിക്കേണ്ട വന്നു അല്ലേ 4 5 6 7 8 അഞ്ചായി 9 6 വിരലുകൾ ഉപയോഗിക്കേണ്ട വന്നു 3 plus 6 ആണ് 9 ഇനിയോ 4 plus dash is equal to 7 4ന്റെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്തപ്പോൾ 7 കിട്ടി അത് ഈ നമ്പർ എത്രയാണ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം 7 minus 4 ചെയ്യണം അല്ലെങ്കിൽ 4 കഴിഞ്ഞ് എണ്ണി നോക്കണം 5 6 7 എത്ര വിരലുകൾ വേണ്ടി വന്നു 3 അപ്പൊ എന്താണ് ആൻസർ 4 plus 3 is equal to 7
ഇനിയോ 6 plus dash is equal to 2. സോറി 6 plus dash is equal to 8. അപ്പം ഈ ഡാഷിന്റെ അവിടെ കണ്ടുപിടിക്കാൻ 8 minus 6 ചെയ്യുക. അല്ലെങ്കിൽ 6 കഴിഞ്ഞ് എണ്ണി നോക്കുക. 7, 8. എത്ര വിരലുകൾ വേണ്ടി വന്നു? 2. അപ്പൊ 6 plus 2 is equal to 8. ഓക്കെ, അങ്ങനെ ബാക്കിയുള്ളത്. ഇനി 4 minus dash is equal to 2. ഇനി സബ്ട്രാക്ഷൻ ആണ്. സബ്ട്രാക്ഷൻ ചെയ്ത് നോക്കാം. സബ്ട്രാക്ഷൻ എങ്ങനെ ചെയ്യും? 4 minus dash is equal to 2 എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മൈനസിന്റെ അവിടെ വരുമ്പോൾ നമുക്ക് ഈ വലിയ നമ്പറിൽ നിന്നായിരിക്കും എപ്പോഴും ഒരു നമ്പർ മൈനസ് ചെയ്യേണ്ടത് അല്ലെ. ഇവിടെ വലിയ നമ്പർ എന്താണ്? 4 ആണ്. അപ്പൊ നമ്മൾ ഈ ഇടക്കത്തെ ഈ നമ്പർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ 4ൽ നിന്ന് ഈ ഉത്തരം കിട്ടിയേക്കുന്ന ഈ നമ്പർ മൈനസ് ചെയ്യുക. 4 minus 2 is equal to എന്താണ്? 2. അപ്പൊ 4 minus 2 തന്നെയാണ് ഈ 2 ഇവിടെയാണ് എഴുതുന്നത് അല്ലെ. 4 minus 2 is equal to 2. അല്ലെങ്കിൽ തന്നെയും 4 എടുക്കുക, അതിന് 2 എണ്ണം കുറച്ച് നോക്കുക, ഈ 2നെ കുറച്ച് നോക്കുക, മിച്ചം എന്ത് കിട്ടും? 2 കിട്ടി അല്ലെ. ഇനിയോ 6 minus dash is equal to 4. അപ്പൊ നമുക്കറിയാം വലിയ നമ്പർ 6 ആണ്. അപ്പൊ ഇടക്കത്തെ നമ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ 6നെ 4 കൊണ്ട് മൈനസ് ചെയ്യണം. ഇവിടെ ഓർത്തോളം മൈനസ് ആ ചെയ്യണത്. 6 minus 4. 6 വിരലുകൾ എടുത്ത് നോക്കുക. ഓക്കെ, കാണിച്ചു തരാം. 6 വിരലുകൾ എടുത്ത് നോക്കി, അതിൽ 4 എണ്ണം കളയാൻ പോവാണേ. 1, 2, 3, 4. എത്ര മിച്ചം വന്നു? 2 മിച്ചം വന്നു അല്ലെ. അപ്പൊ എന്തായിരിക്കും ആൻസർ? 6 minus 4 is equal to 2. ഇനിയോ 8 minus dash is equal to 5. വലിയ നമ്പറായ 8ൽ നിന്ന് ഈ ചെറിയ നമ്പർ മൈനസ് ചെയ്യുമ്പോൾ ഉത്തരം കിട്ടും. 8 വിരലുകൾ എടുത്ത് നോക്കുക, എന്നിട്ട് 5 എണ്ണം എടുത്ത് മാറ്റുക, മിച്ചം എന്ത് വരും? 3. 8 minus 5 is equal to 3. അപ്പൊ 8 minus 3 ചെയ്താൽ 5 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, മനസ്സിലാകുന്നില്ല? ഇതെല്ലാം മിസ് പഠിപ്പിച്ചതാണ്. ഇനി 5 minus dash is equal to 3. 5ന്റെ കൂടെ ഏതൊരു നമ്പർ കുറച്ച് കൊടുക്കുമ്പോൾ 3 കിട്ടും അല്ലെ. 5 എടുക്കുക, ഏത് നമ്പറാ കുറയ്ക്കേണ്ടത് 3 കിട്ടാൻ? 2. അല്ലെങ്കിൽ 5 minus 3 ചെയ്ത് നോക്കുക, അപ്പൊ 2 കിട്ടും അല്ലെ. 9 minus dash is equal to 6. 9 വിരലെടുത്ത് നോക്കുക, 6 മൈനസ് ചെയ്യുക, മിച്ചം എന്ത് വരും? 3 വരും അല്ലെ. അല്ലെങ്കിൽ 9 minus 6 ചെയ്ത് നോക്കുക, അപ്പൊ എന്ത് കിട്ടും? 3 എന്ന് തന്നെ കിട്ടും. താഴത്ത് നോക്കിയേ. 2 plus dash plus 3 is equal to 5 എന്ന് കിട്ടി. ഇവിടെ അഡീഷന്റെ കാര്യത്തിൽ നമുക്കറിയാം, വലിയ നമ്പർ എപ്പോഴും ഈക്വൽ അപ്പുറത്താണ് വരുന്നത് അല്ലെ. 2 plus dash is equal to dash plus 3 is equal to 5. ഈ രണ്ട് നമ്പേഴ്സ് മൈനസ് ചെയ്ത് നോക്കാം. 5 minus 3 is equal to 2 അല്ലെ. ഏതൊരു നമ്പറിന്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോഴാണ് 5 കിട്ടിയത്. അപ്പൊ ആൻസർ എന്താണ്? 2 ആണ് അല്ലെ. ഈ അഡീഷന്റെ കേസിൽ എപ്പോഴും ഈ ഈക്വൽ ഇപ്പറയായിരിക്കും വലിയ നമ്പർ വരുന്നത്. സബ്ട്രാക്ഷന്റെ കേസിൽ എപ്പോഴും ഈ ആദ്യം കാണുന്ന ഡിജിറ്റ് ആയിരിക്കും വലിയ നമ്പർ. സബ്ട്രാക്ഷൻ നോക്കുക. ഡാഷ് മൈനസ് 2 is equal to 5. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഡാഷ് പ്ലസ് 4 is equal to 9 എന്ന് കിട്ടി. ഇത് അഡീഷൻ ആണ്, പ്ലസ് സൈൻ ഉണ്ട്. ഇത് സബ്ട്രാക്ഷൻ ആണ്. ഇവിടെ ഈ അഡീഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഈ ഈക്വൽ ഇപ്പറയായിരിക്കും വലിയ നമ്പർ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ വലിയ നമ്പറിൽ നിന്ന് ഈ ഇടക്കത്തെ നമ്പർ മൈനസ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും. 9 minus 4 that is equal to 5 എന്ന് ഉത്തരം കിട്ടും. 5 plus 4 is equal to 9. കറക്റ്റ് ആണ്. ഇനി സബ്ട്രാക്ഷന്റെ കേസ് ശ്രദ്ധിക്കുക. നമുക്ക് ഈ ആദ്യം കാണുന്ന നമ്പർ ആയിരിക്കും വലിയ നമ്പർ. ആദ്യം കാണുന്ന നമ്പർ ആയിരിക്കും. അഡീഷന്റെ കേസിൽ എപ്പോഴും ഈക്വൽ ഇപ്പറേ വരുന്ന നമ്പർ ആയിരിക്കും വലുത്. അപ്പോൾ അതിൽ നിന്ന് വേണം നമ്മൾ ഉള്ള നമ്പർ മൈനസ് ചെയ്തെടുക്കാൻ. സബ്ട്രാക്ഷന്റെ കേസിൽ അങ്ങനെയല്ല. ഈ കാണുന്ന നമ്പർ, ഫസ്റ്റ് കാണുന്ന നമ്പർ ആയിരിക്കും എപ്പോഴും വലുതായിട്ട് വരുന്നത്. അപ്പൊ അതിനെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇടക്കത്തെ നമ്പർ തമ്മിൽ ആഡ് ചെയ്യണം. 5 plus 2 is equal to 7 അല്ലെ. 7 minus 2 ആണ് 5. ഓക്കെ, തെറ്റിക്കരുത് മിസ്, പിന്നെ എടുത്തെടുത്ത് പറയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് പ്ലസ് 2 is equal to 7. ഇവിടെ അഡീഷൻ ആണ്. അഡീഷന്റെ ഇപ്പോഴത്തെ ഈക്വൽ ഇപ്പറേ വരുന്ന നമ്പർ ആയിരിക്കും വലുത്. അപ്പൊ ഇടക്കത്തെ ഈ നമ്പർ കിട്ടാൻ എന്ത് ചെയ്യണം? ഈ വലിയ നമ്പർ 7 minus 2 ചെയ്യണം. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. ഓക്കെ, ഇനിയോ
സബ്ട്രാക്ഷന്റെ വേറൊരു ക്വസ്റ്റ്യൻ. ഡാഷ് മൈനസ് 4 is equal to 2 എന്ന് കിട്ടി. ഈ സബ്ട്രാക്ഷന്റെ ഈ കേസിൽ മിസ് പറഞ്ഞ പോലെ എന്താണ് ഫസ്റ്റ് കാണുന്ന നമ്പർ ആയിരിക്കും വലുതായിട്ട് വരേണ്ടത്. ഫസ്റ്റ് കാണുന്ന നമ്പർ ആയിരിക്കും വലുതായിട്ട് വരേണ്ടത്. അപ്പൊ അത് കിട്ടാൻ എന്ത് ചെയ്യണം? ഇത് തമ്മിൽ ആഡ് ചെയ്യണം. 2 + 4 ചെയ്യണം. എന്ത് കിട്ടും? 6 കിട്ടും. ഓക്കെ, ഈ റൂള് മനസ്സിലാക്കി പേജ് നമ്പർ 48 വരെയുള്ളത് എല്ലാവരും ചെയ്യുമല്ലോ അല്ലേ? ഓക്കെ, ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് മിസ്സിന് ഹോംവർക്ക് ആയിട്ട് സെൻഡ് ചെയ്താണ്. ഓക്കെ, ഇനി എന്താണ്? നമ്പേഴ്സ് ഫ്രം 10 to 20. നമ്പേഴ്സ് ഫ്രം 10 to 20 മിസ് പഠിപ്പിച്ചതാണ്. കളർ ആൻഡ് ആഡ്. കളർ ചെയ്യുക ആൻഡ് ആഡ് ചെയ്യുക. എന്താണ് ഇതിന്റെ കൗണ്ട്? എത്രയാണ്? 1, സെക്കൻഡ് 2, 3, 4, 5, 6, 7, 8. പിന്നെ എന്ത് വരും? 9 ഇല്ല, 10 ആണ്. കൗണ്ട് ചെയ്ത് നോക്കുക. എത്രയാണ്? 10 ആണ്. 8 കഴിഞ്ഞാൽ 10. 9 ഇവിടെ കൊടുത്തിട്ടില്ല, 10 ആണ്. കൗണ്ട് ചെയ്യുക എന്നിട്ട് കളർ ചെയ്യുക. ഈ ബോക്സിനെല്ലാം കളർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് 1, 2, 3, 4, 5, 6, 7, 8. പിന്നെ 10 ആണ്. ഓക്കെ, കൗണ്ട് ചെയ്തിട്ട് വേണം എല്ലാവരും നമ്പർ എഴുതാൻ, എന്നിട്ട് കളർ ചെയ്യുക. എന്നിട്ടോ 10ന്റെ കൂടെ ഒന്നുകൂടെ വന്നാൽ എത്രയാണ്? 10നെ എല്ലാം ഒരു കെട്ടാക്കി അല്ലേ? ഒരു കെട്ടാക്കി 10 എന്ന് എഴുതി. ആ 10ന്റെ പേജ് നമ്പർ 50 ആ 10 ആക്കി, ഒരു കെട്ടാക്കി അല്ലെ? 10 ഒരു കെട്ടാക്കി. 10ന്റെ കൂടെ 1 അല്ലെ? 10 and 1, 10 and 1 more, 10 and 1 more. അവിടെ എഴുതി എല്ലാവരും 10 and 1 more. ഇനിയോ നെക്സ്റ്റ് ഫിഗറിലെ തേർഡ് ഫിഗറിലെ 10 and 2 more. ഇനിയോ 10 and 3 more. അടുത്തത് 10 and 4 more, 10 and 5 more, 10 and 6 more. 10 ആയിട്ടുള്ളൊരു കെട്ടും അതിന്റെ കൂടുതൽ വേറെ എത്ര എണ്ണം ഉണ്ട്? ലൂസായിട്ട് ഓരോന്നോരോന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എത്ര എണ്ണം ഉണ്ട്? ഓരോന്നോരോന്നായിട്ട് 7. അടുത്തത് 7 എണ്ണം ഉണ്ട്. പിന്നെ 10 and 8 more, 10 and 9 more അല്ലെ? 10ന്റെ ഒരു കെട്ടും ബാക്കിയുള്ളത് എത്ര എണ്ണമാണ് കൗണ്ട് ചെയ്ത് അതത് ബോക്സിൽ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, bring 10 and count as in the example. ഇതുപോലെ തന്നെ 10 എണ്ണം റിംഗ് ചെയ്യുക, റൗണ്ട് വരയ്ക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് എഴുതുക. കുറച്ച് മത്സ്യങ്ങളുണ്ട് അല്ലെ? എണ്ണു നോക്കിയ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 10 എണ്ണത്തിന് ഒരുമിച്ച് നമുക്കൊരു സർക്കിൾ ചെയ്ത് കൊടുക്കാം. റൗണ്ട് വരച്ചു കൊടുത്തു. അപ്പൊ 10 and 2 more എന്ന് കിട്ടി. ഇനി അടുത്ത ദിവസം നോക്കിയ എത്ര ക്യാറ്റ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. മൊത്തം 13 എണ്ണം ഉണ്ട്. അപ്പൊ 10നെ മാത്രം വെച്ച് റൗണ്ട് ചെയ്ത് നോക്കിയേ. 10 വരുന്ന പോലെ മാത്രം റൗണ്ട് ചെയ്തേ. ബാക്കി എത്ര എണ്ണം വെച്ചുകൊണ്ട്? 10 and 3 more അല്ലെ? എത്ര സ്റ്റാർസ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10നെ മാത്രം റൗണ്ട് ചെയ്തേ. പെൻസിൽ ഉപയോഗിച്ച് വട്ടം വരച്ചു കൊടുത്തേ. ബാക്കി എത്ര എണ്ണം വെച്ചുകൊണ്ട്? 5. 10 and 5 more. അങ്ങനെ 10നെ മാത്രം റൗണ്ട് ചെയ്യുക, ബാക്കിയുള്ള കൗണ്ട് ഔട്ട് എഴുതുക. എത്ര ഹണി ബീസ്? 10 and 8 more. എത്ര മാംഗോസ്? 10 and 7 more. എത്ര eggs? 10 and 9 more. എത്ര caps? 10 and 4 more. എത്ര balls? 10 and 6 more. ഓക്കെ, അപ്പൊ പേജ് നമ്പർ 51 വരെയുള്ള വർക്ക്സ് തന്നെ എല്ലാവരും ചെയ്ത് മിസ്സിന് ഹോംവർക്ക് ആയിട്ട് സെൻഡ് ചെയ്ത് തരണം. പേജ് നമ്പർ 43 തൊട്ട് പേജ് നമ്പർ 51 വരെയുള്ള വർക്ക്സ് എല്ലാം എല്ലാവരും മിസ്സിന് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് ഫോട്ടോ ഇട്ട് തരണം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മിസ് പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ ഇനി അഡീഷണൽ സബ്ട്രാക്ഷൻ മിസ് പഠിപ്പിച്ചത് തന്നെയാണ്. ഒന്നുകൂടെ റിവ്യൂ ചെയ്യുക, കറക്റ്റ് ആയിട്ട് തറവായിട്ട് പഠിക്കുക, വർക്ക്സ് ചെയ്ത് പെൻസിലും ക്രയോൺസും ഉപയോഗിച്ച് വർക്ക് ചെയ്ത് മിസ്സിന് ഹോംവർക്ക് ആയിട്ട് ഇട്ട് തരണം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.